ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ജേർണൽ എൻട്രീസിനെ കുറിച്ചിട്ടാണ്. 6 കേസാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 6 കേസിൽ അവസാനം വരുന്ന 3 കേസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 4, 5, 6. അതായത് ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പ്രീമിയം. ഈ 3 കേസാണ് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ളത്. നമുക്ക് എല്ലാതും 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പാർ. ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ 10% ഡിബഞ്ചേഴ്സ് ഒക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 10% നമ്മൾ ആ ഡിബഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ, കൂപ്പൺ റേറ്റ് എങ്കിൽ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇത് നമുക്കറിയാം. ഷെയർ ക്യാപിറ്റലൊക്കെ നമ്മൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യാറ്. അതൊരു ലയബിലിറ്റിയാണ്, ഓണേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഡിബഞ്ചർ ഹോൾഡേഴ്സിനുള്ള ലയബിലിറ്റിയാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഫേസ് വാല്യൂ ആണ് നമ്മൾ എന്തായാലും ഇവിടെ എഴുതാൻ പറ്റുള്ളൂ. വേറെ ഒരു എമൗണ്ട് നമ്മൾ ഈ ഡിബഞ്ചർ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ സ്ഥലത്ത് എഴുതില്ല. പിന്നെ നമ്മൾ 10% എന്ന് എഴുതുന്നത് കൂപ്പൺ റേറ്റ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യണം, ഇൻട്രസ്റ്റ് റേറ്റ് മെൻഷൻ ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സ്, അത് 12%, 15% ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രത്യേകം മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട് ക്രിയേറ്റഡ് ആവും. അപ്പോൾ ആ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഈ അക്കൗണ്ടാണ് നോക്കുക. പിന്നെ ബാങ്കിൽ നമുക്ക് 100 രൂപ കിട്ടി, അതാണ് ഇവിടെ നമ്മൾ എഴുതുന്നത്. ബാലൻസ് ഷീറ്റിൽ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലയബിലിറ്റി സൈഡിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും, അസറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് 100 എന്ന് പറഞ്ഞ് എഴുതും. രണ്ടാമത്തെ കേസ് ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പാർ. നേരത്തെ ഇതുപോലെ തന്നെ 100 രൂപ നമ്മൾ ഫേസ് വാല്യൂ എഴുതി, ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് 90 രൂപയെ കിട്ടുന്നുള്ളൂ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമ്മളതിനെ ബാക്കി ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 10 രൂപ. ഇതൊരു ലോസാണ്, ക്യാപിറ്റൽ ലോസാണ്. നമ്മളതിനെ ഫിക്റ്റീഷ്യസ് അസറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 100 എഴുതി, അസറ്റ് സൈഡിൽ ബാങ്ക് അക്കൗണ്ട് 90, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 10 rupees എഴുതി. മൂന്നാമത്തെ കേസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, റെഡീമബിൾ അറ്റ് പാർ. ഈ 3 കേസും ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ വളരെ സിമ്പിളായിട്ട് എഴുതാവുന്ന ജേർണൽ എൻട്രീസാണ്. ക്രെഡിറ്റ് അതുപോലെ സെയിം ആസ് 10% ഡിബഞ്ചേഴ്സ് നമ്മൾ ഫേസ് വാല്യൂവിൽ എഴുതി. സെക്യൂരിറ്റി പ്രീമിയം റിസർവ്, ഇതൊരു ലയബിലിറ്റിയാണ്, നമുക്ക് ഓണേഴ്സിനോടുള്ള ലയബിലിറ്റിയാണ്. ഇത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ടാണത്. ഇപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ നമ്മൾ 110 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ടാണ് ഈ പറഞ്ഞ 10 രൂപ. നമ്മളിവിടെ എഴുതി, ബാങ്ക് അക്കൗണ്ടിൽ 110 എഴുതി. 110 നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ, ബാങ്ക് വഴി നമുക്ക് ലഭിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കിത് ബാലൻസ് ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് 10% ഡിബഞ്ചേഴ്സ് 100 rupees, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് 10 രൂപ, ബാങ്കിൽ അസറ്റ് സൈഡിൽ നമുക്ക് 110 രൂപ ലഭിക്കുന്നു. ഇനി നാലാമത്തെ കേസ് തൊട്ടാണ് നമ്മൾ കുറച്ചും കൂടിയും കെയർഫുള്ളാവേണ്ടത്. ഇവിടെ നമുക്ക് വ്യത്യാസമില്ലാതെ 100 രൂപ തന്നെ എഴുതാം. ഇവിടെ ഇഷ്യൂഡ് അറ്റ് പാർ, റെഡീമബിൾ അറ്റ് പ്രീമിയം ആണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് 100 രൂപ തന്നെ കിട്ടുന്നുള്ളൂ. ഇഷ്യൂവിൻ്റെ സമയത്ത് ഒരു വ്യത്യാസവും ഇല്ല, 100 രൂപ തന്നെയാണ് നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇവിടെ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ സർട്ടൺ ആയിട്ടുള്ളൊരു കാര്യമാണ് 10 രൂപ ഡിബഞ്ചർ പ്രീമിയം നമ്മൾ 5 വർഷമോ 10 വർഷം കഴിയുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു ഡിബഞ്ചർ ഹോൾഡേഴ്സിന്. അപ്പോൾ അതൊരു ലയബിലിറ്റി ആയിട്ട് വരികയാണ്. അപ്പോൾ ആ ലയബിലിറ്റി നമ്മൾ ഇഷ്യൂവിൻ്റെ സമയത്ത് തന്നെ രജിസ്റ്റർ ചെയ്യാണ്. അപ്പോൾ പ്രീമിയം ഓൺ റിഡംഷൻ നമ്മളിവിടെ എഴുതി, 10 രൂപ എഴുതി. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, അതായത് നമുക്കൊരു ക്യാപിറ്റൽ ലോസാണ്. ഇത് നമ്മൾ അസറ്റ് സൈഡിൽ എഴുതേണ്ട ഒരു സംഭവമാണ്. ഈ ലോസ് നമ്മൾ പിന്നീട് റൈറ്റ് ഓഫ് ഇതൊക്കെ ചെയ്ത് കളയും. പക്ഷേ അന്ന് നമുക്കിപ്പോൾ നോക്കണ്ട, റൈറ്റ് ഓഫിനൊക്കെ നമുക്ക് വേറെ ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നത് 10% ഡിബഞ്ചേഴ്സ് 100 rupees എഴുതി, പ്രീമിയം ഓൺ റിഡംഷൻ 10 രൂപ എഴുതി. അസറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, ദിസ് ഈസ് കൺസിഡേഴ്സ് ആൻ ഫിക്റ്റീഷ്യസ് അസറ്റ്. നമ്മളിവിടെ 10 രൂപ എഴുതി, ബാങ്ക് 100 രൂപ എഴുതി. ഇനി അഞ്ചാമത്തെ കേസ് ഇഷ്യൂ അറ്റ് ഡിസ്കൗണ്ട്, റെഡീമബിൾ അറ്റ് പ്രീമിയം. ഇവിടെയും നമ്മൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ 100 രൂപ എഴുതി, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് 90 രൂപയെ കിട്ടുന്നുള്ളൂ. നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ്. പ്രീമിയം ഓൺ റിഡംഷൻ ഉണ്ട്, എത്രയാണ് 110 രൂപ നമുക്ക് എക്സ്ട്രാ കൊടുക്കണം, അതെഴുതി. അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കൊടുത്തു, ലോസും ഉണ്ട്, നമുക്ക് 20 രൂപയുടെ നഷ്ടം, ക്യാപിറ്റൽ ലോസ് അവിടെ വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എഴുതുന്നത് ലയബിലിറ്റി സൈഡ് 100, പ്രീമിയം ഓൺ റിഡംഷൻ 10 rupee, അസറ്റ് സൈഡിൽ ഡിസ്കൗണ്ട് ഓൺ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 20 rupee,
അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ 90 റുപ്പീസ്. ലാസ്റ്റ് കേസ് ഇഷ്യൂഡ് അറ്റ് പ്രീമിയം റിഡീമബിൾ അറ്റ് പ്രീമിയം. ഇവിടെ 10% ഡിബഞ്ചേഴ്സ് നമ്മളിവിടെ എഴുതി, 100 രൂപ ഫേസ് വാല്യൂ എഴുതി. സെക്യൂരിറ്റി പ്രീമിയം റിസർവ് നമുക്ക് 10 രൂപ കിട്ടുന്നുണ്ടല്ലോ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ 10 രൂപ നമ്മളിവിടെ എഴുതി. ബാങ്ക് അക്കൗണ്ടിൽ 110 എഴുതി. പ്രീമിയം ഓൺ റിഡംഷൻ 10 രൂപ എഴുതി. അതുപോലെ തന്നെ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് 10 രൂപ എഴുതി. ഇത് ബാലൻസ് ഷീറ്റിൽ നമ്മളിങ്ങനെ പ്രസൻറ്റ് ചെയ്യും. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് 10% ഡിബഞ്ചേഴ്സ്, സെക്യൂരിറ്റി പ്രീമിയം റിസർവ് 10 രൂപ, പ്രീമിയം ഓൺ റിഡംഷൻ 10 രൂപ, അസറ്റ്സ് വരുന്നത് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ 10 രൂപ, ബാങ്ക് അക്കൗണ്ടിൽ 110 രൂപ ലഭിച്ചു. അപ്പോൾ ഈ 6 കേസാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾക്കിത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക.